എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. സങ്കീർത്തനം 127 നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപയോഗിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവൻ അറിയേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ ചില പ്രമാണങ്ങൾ ജ്ഞാനിയായ ശലോമോൻ ഈ സങ്കീർത്തനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു. നാം ഈ സങ്കീർത്തനത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഇതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ധനത്തിന് വേണ്ടി നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്നും എല്ലാ സന്ദർഭങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ എടുത്തു പറയുന്നു. ഇതിൻ്റെ 3ഉം 4ഉം 5ഉം വാക്യങ്ങൾ പറയുന്നത് നാം യഹോവയിൽ ആശ്രയിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും ദൈവിക പരിപാലനം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. അതായത് വീട് പണിയുന്നവൻ അവൻ്റെ ബുദ്ധിയുടെയും ശക്തിയുടെയും ധനത്തിൻ്റെയും കഴിവിൻ്റെയും വില അറിയുന്നു. എന്നാൽ ദൈവം അവരോട് കൂടെ ഇല്ലെങ്കിൽ അവൻ്റെ പണി വൃഥാത്രേ. ഹബക്കൂക്ക് പ്രവാചകൻ പ്രസ്താവിക്കുന്നത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. രക്തപാതകം കൊണ്ട് വീടും പട്ടണവും പണിയുകയും നീതികേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഹോവ അവനോട് കൂടെ പണിയുകയില്ല. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണത്. യഹോവയെ കൂടാതെയുള്ള പണിയെക്കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. വരുവിൻ, നാം ഭൂലോകത്തൊക്കെയും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് നമുക്കൊരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം, നമുക്കൊരു പേരുണ്ടാക്കാം എന്നവർ പറഞ്ഞു. മനുഷ്യൻ പണിതുകൊണ്ടിരിക്കുന്ന പട്ടണവും ഗോപുരവും കാണേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയൊന്ന്, അവർ ആസൂത്രണം ചെയ്യുന്ന എല്ലാ കാര്യവും അവർക്ക് സാധ്യമാകുക ഇല്ല. വരുവിൻ, അവർ പരസ്പരം മനസ്സിലാകാതിരിക്കുവാൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയെ കലക്കിക്കളയും എന്ന് ദൈവം അരുളി ചെയ്തു. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന ഇല്ലാതെയും ദൈവത്തോട് ആലോചന ചോദിക്കാതെയും പട്ടണവും ഗോപുരവും പണിയുവാൻ പോയതാണ് ഇവിടെ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ മക്കൾ. ഇവിടെ സംഭവിച്ചത് നാം നോക്കുക. മനുഷ്യനെ ദൈവം ഭൂലോകം മുഴുവൻ ചിതറിച്ചു കളഞ്ഞു. അതായത് ഭാഷ കലക്കി.
ഇഷ്ടിക ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുന്നു, കല്ല് ചോദിക്കുമ്പോൾ സിമെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കുന്നു. ദൈവാലോചന ഇല്ലാതെ, ദൈവത്തോട് ചോദിക്കാതെ പട്ടണവും സഭയും ഭവനവും പണിയുന്നവർ ഓർത്തിരിക്കുക, പണി പൂർത്തീകരിക്കുവാൻ ഒരു പക്ഷേ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ഒരുപക്ഷെ അനുവദിച്ചെന്നിരിക്കും, എന്നാൽ അത് ദൈവത്തെ കൂടാതെയുള്ള പണിയായിരിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3 പറയുന്നത്, യഹോവ അവനോട് അരുളി ചെയ്തത്, നീ എൻ്റെ മുമ്പാകെ നടത്തിയ നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ദൃഷ്ടിയും ഹൃദയവും എല്ലാം ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ശലോമോൻ ആലയം പണിതപ്പോൾ എല്ലാം ദൈവഹിതപ്രകാരമായിരുന്നതിനാൽ ദൈവം പ്രസാദിക്കുകയും അതിൽ ദൈവ തേജസ് ഇറങ്ങുകയും ചെയ്തു. ഇവിടെ ദൈവത്തോട് ആലോചന ചോദിക്കുക മാത്രമല്ല, ദൈവഹിതപ്രകാരമാണ് ആലയത്തിൻ്റെ പണികൾ എല്ലാം ചെയ്തത്. നമ്മൾ ഒരു ഭവനം പണിയുമ്പോൾ ദൈവഹിതപ്രകാരമാണോ നാം പണിയുന്നത്? സ്തോത്രം. 127-ാം സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ എടുത്തെടുത്ത് പറയുന്ന ഒരു വാക്യമാണ് വൃഥ. അതായത് ദൈവത്തെ കൂടാതെയുള്ള ഭവന നിർമ്മാണം, നഗരസംരക്ഷണം, കഠിനാധ്വാനം, ഇവയെല്ലാം വെറുതെയാണ്. വെറുതെ, ദൈവം നമ്മോട് കൂടെയില്ലെങ്കിൽ. ഒന്നാമതായി ഇവിടെ ഒരു ഭവനത്തിൻ്റെ കാര്യം പറയുന്നു. കുടുംബജീവിതത്തിൻ്റെ സൗഭാഗ്യം അത് ദൈവത്താൽ മാത്രമാണ്. രണ്ടാമതായി ഇവിടെ പറയുന്നത്, പല കുടുംബങ്ങൾ ചേർന്ന് വസിക്കുന്ന ഒരു സ്ഥലമാണ് പട്ടണം. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഉത്തമഗീതം 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതായത് ഇവിടെ പണ്ടുകാലങ്ങളിൽ ഓരോ പട്ടണത്തിനും കാവൽക്കാർ ഉണ്ടായിരുന്നു. അവർ ഗോപുരങ്ങളിൽ കാത്തിരുന്ന് ശത്രു വരുന്നുണ്ടോ എന്ന് നോക്കുകയും ശത്രു വരുന്നുണ്ടെങ്കിൽ ഉടൻ അവർ വിവരം അറിയിക്കുകയും ചെയ്യും. അതായത് ഈ പട്ടണത്തിലെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവരുടേതായിരുന്നു. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ ഉണ്ടായാലും അത് വെറുതെയാണ്. വലിയ കൊടുങ്കാറ്റടിച്ചെന്ന് വരാം, വലിയ വെള്ളപ്പൊക്കമുണ്ടായെന്ന് വരാം, സുനാമി അടിച്ചെന്ന് വരാം, മാരകമായ പകർച്ചവ്യാധി പിടിച്ചെന്ന് വരാം. നാം കണ്ടതാണ് കൊറോണ. അഗ്നിവാദം ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് ദൈവമില്ലെങ്കിൽ നമുക്ക് എത്ര വലിയ വീടുണ്ടായാലും, രാജ്യത്തിന് എത്ര വലിയ സുരക്ഷിതമായ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ടെക്നോളജിയുള്ള ഡിഫൻസ് ഉണ്ടായാലും, അണുവായുധങ്ങൾ ഉണ്ടായാലും, അവയെല്ലാം വൃഥാവാണ്. അതുകൊണ്ട് നാം പാർക്കുന്ന പട്ടണത്തെയും ദേശത്തെയും നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. വലിയ കാവലും സുരക്ഷിതവുമുള്ള രാജ്യമായിരുന്നു ഇസ്രായേൽ. ടെക്നോളജിയിലെല്ലാം അവർ മുൻപന്തിയിലായിരുന്നു. എന്നാൽ 2023 ഒക്ടോബർ 7-ാം തീയതി ആ രാജ്യത്തിൻ്റെ മുഴുവൻ സമാധാനവും കെടുത്തി ശത്രു.
127 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ മൂന്നാമതായി പറയുന്ന കാര്യമാണ്, യഹോവയെ കൂടാതെ തങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിതം നയിക്കുവാൻ സാധ്യമല്ലെന്ന്. അത് നാം ഉപജീവനം ധന്യമാക്കുവാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും കഠിന പ്രയത്നം ചെയ്ത് താമസിച്ച് ഉറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് ജീവിതം പുഷ്ടി പ്രാപിക്കുകയില്ല. ചില കുടുംബങ്ങളിൽ ഈവൻ സന്ധ്യപ്രാർത്ഥന വരെയും ഇല്ല, അതിനുള്ള സമയമില്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവം പ്രസാദിക്കുകയില്ല. യഹോവയെ പ്രസാദിപ്പിക്കാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ പകലും രാത്രിയും 1ഉം 2ഉം ജോലി ചെയ്ത് നേരെ ചൊവ്വെ കുഞ്ഞുങ്ങളെ നോക്കാതെ, കുടുംബത്തെ നോക്കാതെ, സംസാരമില്ലാതെ കഠിന പ്രയത്നം ചെയ്യുന്ന ഉപജീവിക്കുന്നു. എന്നാൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന ചിലവുകൾ, എത്ര ശ്രമിച്ചാലും ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. പകലും രാത്രിയും കഠിന പ്രയത്നം, എത്ര കഠിന പ്രയത്നം ചെയ്താലും സംതൃപ്തിയില്ല. ഇങ്ങനെയുള്ളവരെ കുറിച്ച് അക്കായി പ്രവാചകൻ പറയുന്നത് കേൾക്കുക. അക്കായി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികൾ സൂക്ഷ്മമായി ചിന്തിക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും മതി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിരുമാറുന്നില്ല. കൂലിക്കാർ ഓട്ടയുള്ള സഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സ്തോത്രം. കായി പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൻ്റെ 9-ാം വാക്യത്തിൽ അതും കൂടി നമുക്ക് വായിക്കാം. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. നോക്കുക, അത് എന്തുകൊണ്ട് ഊതിക്കളഞ്ഞു? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. കുടുംബങ്ങൾ ഒരുമിച്ച് പോയി സഭാരാധനയിൽ പങ്കെടുക്കുവാനുള്ള സമയമില്ല. ആ സമയം പോലും മറ്റു പലതിനും വേണ്ടി ഉപയോഗിക്കുന്നു. എത്ര പണിതാലും, എത്ര കഠിന പ്രയത്നം ചെയ്താലും തൃപ്തി വരുന്നില്ല. എത്ര പൈസ കിട്ടിയാലും അത് മതിയാകുന്നില്ല. കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നകന്നു പോയിരിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ പ്രിയന്മാർക്കോ അവർക്ക് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 14 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, രാജാവ് ഗിബെയോനിൽ യാഗം അർപ്പിക്കുവാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന ദൈവം അരുളി ചെയ്തു. സ്തോത്രം. അതിന് ശലോമോൻ പറഞ്ഞത്, ദൈവത്തോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് തക്കവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവൻ പാലിക്കുകയും ഇന്ന് ഉള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവൻ ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനിപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഇവിടെ നോക്കുക, ഓരോന്ന് ശലോമോൻ എടുത്തു പറയുന്നത്, ഞാൻ ഒരു ബാലനത്രേ,
കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി നിന്റെ ഈ ജനത്തിൻ്റെ മധ്യ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം നടത്തുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. സ്തോത്രം. അടുത്ത, അത് കൂടാതെ നിന്റെ വലിയ ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ജ്ഞാനമില്ലെങ്കിൽ. ശലോമോൻ ചോദിക്കുന്ന, ശലോമോൻ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് അത് ദൈവത്തിന് വളരെ പ്രസാദമായി. അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് കർത്താവിന് പ്രസാദമായി എന്നാണ് പറയുന്നത്. ഞാൻ നിന്റെ അപേക്ഷപ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമമായവൻ നിനക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയുമില്ലെന്നാണ് ദൈവം പ്രസ്താവിക്കുന്നത്. ഇതിനു പുറമെ ശലോമോൻ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. നിന്റെ ആയുഷ്കാലമൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തരും നിനക്ക് സമമായവൻ ഉണ്ടായിരിക്കുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സ് തരും. നോക്കുക, ഒറ്റ കണ്ടീഷനുള്ളൂ. എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ കൂടി ഇന്ന് നടക്കണം. സ്തോത്രം. ശലോമോൻ അത് സാധിച്ചില്ല അവസാന കാലഘട്ടത്തിൽ. ശലോമോൻ ചോദിച്ചത് തൻ്റെ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനമാണ്. എന്നാൽ ദൈവം നൽകിയത് താൻ ചോദിക്കാത്ത, അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും ദീർഘായുസ്സും നൽകി. മാത്രമല്ല, ശലോമോനെ പോലെ മറ്റൊരു ജ്ഞാനിയായവൻ, അവന് സമമായവൻ ഇനി ഉണ്ടാവുകയില്ലെന്നും ദൈവം അരുളി ചെയ്തു. ഇതിൽ നിന്നും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവം കൂടെയില്ലാതെയുള്ള മനുഷ്യ ജീവിതം വൃഥാവാണെന്നും യഹോവ കൂടെയുണ്ടെങ്കിൽ സകലതും സാധ്യമാണെന്നും നാം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. വചനം പറയുന്ന കാര്യമാണ്. അതായത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ശലോമോൻ അതാണ് ചെയ്തത്. മുമ്പേ അവൻ ദൈവത്തോട് അപേക്ഷിച്ചത്, യാചിച്ചത് ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള ജ്ഞാനമാണ്. അത് ദൈവത്തിൻ്റെ ജ്ഞാനം. ആർക്ക് കഴിയും? നീ തിരഞ്ഞെടുത്ത ഇത്ര വലിയ ഒരു ജനത്തെ ഉപദേശിക്കുവാൻ, ന്യായപാലനം നടത്തുവാൻ ആർക്ക് കഴിയും? ഒരു മനുഷ്യർക്കും കഴിയില്ല. അതുകൊണ്ട് അവരെ ന്യായപാലനം ചെയ്യുവാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണം എന്നാണ് ശലോമോൻ അപേക്ഷിച്ചത്. 127-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം പറയുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഇതിനോട് ചേർത്ത് നാം വായിക്കുമ്പോൾ, പിന്നെ അവൻ ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളാകുന്നു എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് തൻ്റെ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ നിന്നും തൻ്റെ സമ്പത്തും ഭാര്യമാരെയും മക്കളെയും കൂട്ടി സ്വന്തം ദേശത്തേക്ക് വരുമ്പോൾ
യാക്കോബിനെ എതിരേൽക്കുവാൻ ചെന്ന യേശാവിനോട് തൻ്റെ ഭാര്യമാരെയും മക്കളെയും പരിചയപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണത്. ദൈവം അടിയന് തന്നിരിക്കുന്ന മക്കൾ എന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ദൈവമാണ് മക്കളെ തന്നെങ്കിൽ ആ മക്കൾ വളരേണ്ടത് ദൈവമക്കളുടെ കൂടെ ആയിരിക്കണം. അല്ലാതെ ലോക മനുഷ്യനായ ലാബാന്റെ ഭവനത്തിൽ അല്ല വളരേണ്ടത്. നമ്മുടെ പേരും കുടുംബ മഹിമയും നാം കൂടിപ്പോകുന്ന സഭകളുടെ മേന്മയും ഈ ഭൂമിയിൽ നിലനിർത്താൻ നാം പണിയുന്ന മറ്റൊരു പണിയാണ് നമ്മുടെ കുടുംബം. ചിലരുടെയൊക്കെ കുടുംബ മഹിമ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇതുപോലുള്ളൊരു ഭവനമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ആ അങ്ങനെ പ്രസ്താവിക്കുന്ന ആ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത അവസ്ഥകളാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നോക്കുക, തിരുവചന പ്രകാരം ദൈവഭയത്തിൽ മക്കളെ വളർത്തിയില്ലെങ്കിൽ അവർ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് പല കുടുംബങ്ങളുടെയും അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മാതാപിതാക്കൾ തിന്നാതെയും കുടിക്കാതെയും 2ഉം 3ഉം ജോലികൾ ചെയ്ത് സകലതും ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ മക്കൾ അവരോട് കൂടെയില്ല. കേരളത്തിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരൊറ്റ മക്കളില്ല ഭവനങ്ങളിൽ. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ മാത്രമാണ്. അവരെല്ലാം ജോലി തേടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു. അവരവിടെ ഭവനം വാങ്ങി വിവാഹം കഴിച്ച് അവരും കുഞ്ഞുങ്ങളുമായി സുഖമായി ജീവിക്കുന്നു. ഇവിടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കൾ ഒറ്റയ്ക്കായി, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ അവർ ഏകരായി മൂകതയിൽ ഭവനങ്ങളിൽ കഴിയുന്നു. സ്തോത്രം. യഹോവ ഭവനത്തിൽ ഇല്ലെങ്കിൽ, കുടുംബ പ്രാർത്ഥനയില്ലെങ്കിൽ, യഹോവ ഭവനം പണിതില്ലെങ്കിൽ നാം എത്ര ശ്രമിച്ചാലും പണി പൂർത്തിയാകുകയില്ല. ഒരു ചെറിയ സന്തോഷമൊക്കെ കുറച്ച് നാളത്തേക്ക് ലഭിച്ചെന്ന് വരാം. സ്തോത്രം. മക്കൾ കൂടെ ഉണ്ടാകേണ്ട, മക്കളുടെ സഹായം വേണ്ടിയിരിക്കേണ്ട സന്ദർഭങ്ങളിൽ ഇന്ന് മക്കൾ കൂടെയില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സഭാരാധന, ഇതെല്ലാം നമ്മെപ്പോലെ ഉള്ളവരോട് കൂടെ ആയിരിക്കണം. സ്തോത്രം. അബ്രഹാം ലോത്തും ഇറങ്ങിത്തിരിച്ചു. അബ്രഹാം മാത്രമേ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചുള്ളൂ. ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിത്തിരിച്ചെന്നേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ സൊദോമിലും ഗൊമോറയിലും കണ്ടു പഠിച്ചതാണ് ലോത്തിൻ്റെ മക്കൾ ലോത്തിനോട് ചെയ്തത്. ലോത്തിന് അബ്രഹാമിൻ്റെ കൂടെ കഴിയാമായിരുന്നു. അബ്രഹാമിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു, സഹകരണമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. അതൊന്നും ലോത്തിനും കുടുംബത്തിനും പിടിച്ചില്ല. ലോത്തിൻ്റെ ഇരിപ്പ് പട്ടണവാതിക്കൽ. അങ്ങനെ പോയി 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 വലിയ ചർച്ചുകൾ നോക്കിപ്പോയി, വലിയ പട്ടണങ്ങൾ നോക്കിപ്പോയി. ഇപ്പോൾ ലോത്തിൻ്റെ ഇരിപ്പ് 4 ആളുകൾ കൂടുന്ന പട്ടണവാതിക്കലാണ്. അവിടെയാണ് ഇപ്പോൾ ലോത്തിൻ്റെ ഇരിപ്പും കൂട്ടായ്മയും. സോദോമും ഗോമോറയും നശിപ്പിക്കുവാൻ ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ലോത്തിനോട് പെട്ടെന്ന് ഈ പട്ടണം വിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ലോത്ത് അപേക്ഷിച്ചു, ഞാൻ ആ ചെറിയ പട്ടണത്തിലേക്ക് പൊക്കോട്ടെ എന്ന്. അവർ അനുവദിച്ചു. ആ പട്ടണത്തിൽ ചെന്ന് കുറച്ച് നാൾ അവിടെ താമസിച്ചപ്പോൾ അവിടെ ജീവിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ലോത്തിന് കഴിഞ്ഞില്ല. അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ലോത്ത് തൻ്റെ മക്കളെയും കൂട്ടി
അടുത്തുള്ള പർവ്വതത്തിലേക്ക് പോയി. സ്തോത്രം. ഈ മക്കളെ ലോത്ത് ആ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ കൂടെ കുറച്ച് ലഹരിയുള്ള വീഞ്ഞും കൂടെ കൊണ്ടുപോയി. അതുകൊണ്ട് അരുതാത്ത കാര്യങ്ങൾ അപ്പനോട് ലോത്തിന്റെ മക്കൾ ചെയ്തു. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു സാധനങ്ങളും നമ്മൾ കുടുംബത്തിൽ സൂക്ഷിക്കരുത്. അതൊരു ദിവസം സർപ്പം പോലെ തല ഉയർത്തും, വിഷം ചീറ്റും. സ്തോത്രം. അത് നമുക്ക് കണിയായിത്തീരും. അതുകൊണ്ട് നാം നമ്മുടെ കുടുംബത്തിൽ അനാവശ്യ സംസാരങ്ങളോ ഇടപാടുകളോ നടത്താതെ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കാതെ ജീവിതം കൊണ്ടുപോകുക. 127 സങ്കീർത്തനം 4 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ. ഇവിടെ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളെ പോലെയാണ് യൗവനത്തിലെ മക്കളെ ഉപമിച്ചിരിക്കുന്നത്. ദൈവഭയത്തിലും ഭക്തിയിലും വളർത്തിയ മക്കൾ കുടുംബത്തിനൊരു കിരീടമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും മക്കൾ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്, കിരീടമല്ല. ഇന്ന് ടെററിസ്റ്റ് ആയിരിക്കുന്നവർ ചിലരുടെ എല്ലാം മക്കളാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ മക്കളല്ലെന്ന് പറയാം, പക്ഷേ ചിലരുടെ മക്കളാണെന്ന് ടെററിസ്റ്റ് ആയിരിക്കുന്നത്. ഇന്ന് ഡ്രഗ്സിന് അടിമകളായിരിക്കുന്നത് നമ്മുടെ മക്കളല്ലേ? ഇന്ന് പല മാതാപിതാക്കന്മാരുടെയും ലക്ഷ്യം മക്കളെ ഡോക്ടറാക്കുക, എഞ്ചിനീയറാക്കുക, സയന്റിസ്റ്റാക്കുക, വലിയ വലിയ പൊസിഷനിലാക്കുക, ഇതെല്ലാമാണ്. നല്ല ആഗ്രഹമാണ്. നാം അങ്ങനെ തന്നെ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ. ഈ വീരൻ എന്ന് പറയുന്നവൻ ഒരുപക്ഷെ ഒരു വേട്ടക്കാരനായിരിക്കാം, ഒരുപക്ഷെ യുദ്ധയോദ്ധാവായിരിക്കാം. എന്തുമാകട്ടെ, അവൻ്റെ ലക്ഷ്യം തെറ്റുമ്പോൾ അത് ഗുണത്തിന് പകരം ദോഷമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സ്തോത്രം. ഡിട്രോണമി പുസ്തകം 6 അധ്യായത്തിൻ്റെ 5-7 വാക്യങ്ങൾ ഞാൻ വായിച്ച് അവസാനിപ്പിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇന്ന് എത്ര ഭവനത്തിൽ ഇതുണ്ട്. ദൈവവചനം എത്ര മക്കൾക്ക് നാം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവകൽപ്പനകൾ, ദൈവസ്നേഹം, മറ്റുള്ളവരെ നാം എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് എത്ര പേർക്ക് നാം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഐഫോൺ എടുക്കും, അല്ലെങ്കിൽ ഐപാഡ് എടുത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കാർട്ടൂൺ, ഈ ചെറുപ്രായത്തിൽ മുതൽ പല ക്യാരക്ടേഴ്സുള്ള കാർട്ടൂണാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഈ ദൈവവചനം നൽകുന്നതിന് പകരം എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ആ ക്യാരക്ടറാണ്, ആ കാർട്ടൂണിൽ കാണുന്ന ക്യാരക്ടറാണ് കുഞ്ഞുങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നോക്കുക, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിൽ ഇരിക്കുമ്പോഴും വഴികൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അതിന് പകരം ഇന്ന് സംസാരിക്കുന്നത് മറ്റു പലതുമാണ്. കിടക്കുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും കാർട്ടൂൺ കാണിച്ചുകൊണ്ടാണ്. സ്തോത്രം. പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനമനുസരിച്ച് സത്യത്തിലും നീതിയിലും ദൈവിക വഴികളിൽ കൂടി നടത്തുക, നയിക്കുക. ദൈവവചനം അവരുടെ കാലിന് ദീപവും
പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ആൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.